രംഗവും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ തിരിച്ചു പിടിക്കാൻ നമ്മുടെ ഇതെന്നല്ല മറ്റെല്ലാ രംഗങ്ങളിലേക്കും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ സമര സംഘടനകൾക്കും പാർട്ടി അഭിവാദനങ്ങളോടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശ്രീ ഉദയകുമാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മെ അഭിസംബോധന ചെയ്യുന്നത് അടുത്തതായിട്ട് PSTയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ഗിരീഷ് ബാബുവാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ആശിം കേന്നപ്പള്ളി, യോഗ ഉദ്ഘാടകൻ, സമര ഉദ്ഘാടകൻ ശ്രീ ആർ നീലകണ്ഠൻ, മറ്റു സമര ഭടന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു മുഖ്യ ഘടകം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം. നമുക്ക് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സഞ്ചാര സ്വാതന്ത്ര്യം മറ്റൊരു തരത്തിൽ തോളിൻ്റെ രീതിയിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചരിത്രം പരിശോധിച്ചാൽ AD 800 വരെ നമുക്ക് ഇവിടെ ഏത് പാതയിലൂടെയും സഞ്ചരിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. AD 800 ശേഷം ഇവിടെ സവർണ മേധാവിത്വം കടന്നുകൂടുകയും അവരുടെ ആധിപത്യത്വം സ്ഥാപിച്ചതിന് ശേഷം ഈ റോഡിലൂടെ പൊതുപാതയിലൂടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനായി നവോത്ഥാന നായകർ ഘോരഘോരം സമരം ചെയ്ത് നേടിയെടുത്ത സഞ്ചാര സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം 1793 ആദ്യത്തെ ദേശീയപാത കേരളത്തിൽ രൂപം കൊണ്ടത്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള പാതയാണ്. പിന്നീട് 1803 ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും 1817 എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുമാണ് രാജപാത വന്നത്. ആ രാജപാതയിലൂടെ സഞ്ചരിക്കാൻ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ 1793 രൂപം കൊണ്ട പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി 100 വർഷത്തും ശേഷം മഹാത്മാ അയ്യങ്കാളി 1893 വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഐതിഹാസികമായ ഒരു സമരം നടത്തുകയുണ്ടായി, ഒരു ദേശീയ രാജപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട്. എന്നിട്ടും ഉണരാതിരുന്നതിന് ശേഷം നമ്മൾ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1894 ചാളക്കമ്പോളത്തിലൂടെ തിരുവനന്തപുരത്തെ ചാളക്കമ്പോളത്തിന്റെ ഉള്ളിലേക്ക് മണികെട്ടിയ കാളയെ ഉപയോഗിച്ചുകൊണ്ട് ആ ചാളക്കമ്പോളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഐതിഹാസിക സമരം നടത്തി. എന്നിട്ടും ഇവിടുത്തെ അധികാരികൾ ഉണരാൻ തയ്യാറായില്ല. പിന്നീട് 1936 ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഐതിഹാസികമായ ഹരിപ്പാട് സമരം ആരംഭിച്ചു. 1936 ജൂൺ കൃത്യമായി പറഞ്ഞ ജൂൺ 12-ാം തീയതി ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് കൂടി ഈഴവരുടെ നേതൃത്വത്തിൽ ഒരു ഐതിഹാസികമായ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ചപ്പോൾ അന്ന് ഭരിച്ചിരുന്ന ശ്രീ ചിത്തിരനാളും ഇവിടുത്തെ ദിവാനായിരുന്ന ശ്രീ TP രാമസ്വാമിയും കൂടി ആലോചിച്ചു, ഇത്തരം പിന്നോക്കക്കാരുടെ വിഭാഗങ്ങളുടെ സമരം ശക്തിയാർജിച്ചാൽ നമ്മുടെ രാജഭരണത്തിന് ഉടൻ തന്നെ അന്ത്യം സംഭവിക്കും. ഇത്തരം സമരങ്ങളെ വിജയിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ഈ സമരം പൊളിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനമെടുത്തു. അന്ന് 1936 ജൂൺ 12-ാം തീയതിയാണ് സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ അനുവദിച്ചു കിട്ടിയത് പിന്നോക്ക വിഭാഗങ്ങൾക്ക്. ഇന്ന് ഈ സമരത്തിനെ പൊളിക്കാൻ ചില തത്വങ്ങളായി വർത്തിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 800 മുതൽ 1936 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ദേശീയപാതയിലൂടെ പൊതുവീതിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാതിരുന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത സഞ്ചാര സ്വാതന്ത്ര്യം മറ്റൊരു രീതിയിൽ ഹനിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഈ പിന്നോക്ക വിഭാഗ നേതാക്കൾ തീർച്ചയായും ഈ സമരത്തെ അനുകൂലിക്കുക, ഈ സമരത്തിൽ അണിചേരുക. മുഴുവൻ പിന്നോക്ക വിഭാഗങ്ങളും അവർ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഈ സമര പരിപാടിയിൽ ഈ പ്ലാസയിൽക്കെതിരെ സമരത്തിൽ അണിനിരക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ്. ശ്രീ ഗിരീഷ് ബാബുവിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതാക്കളിൽ ഒരാളായ ശ്രീ ഗോവിന്ദ് നായർ സാറാണ്.